UDFിലെ കേഡർ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്നതിൽ ഉപരി അതിൻ്റെ പരമോന്നത നേതാക്കന്മാർ തങ്ങൾ കുടുംബത്തിൽ ഉള്ളവരാണ്. സാദിഖ് അലി തങ്ങൾ പറയുന്നതിനപ്പുറം ഒരു കാര്യവും മുസ്ലിം ലീഗിൽ നടക്കാറില്ല. PK കുഞ്ഞാലിക്കുട്ടി സ്ഥാനാർത്ഥികളെ നിർണയിക്കും, സാദിഖ് അലി തങ്ങൾ പ്രഖ്യാപിക്കും. പക്ഷേ ഇപ്പോൾ മുസ്ലിം ലീഗ് പുകയുകയാണ്. മുസ്ലിം ലീഗിൽ സീറ്റ് ചർച്ചകൾ സജീവമായി നടക്കുമ്പോൾ 5 പ്രമുഖർക്ക് സീറ്റില്ല എന്ന കാര്യം വ്യക്തമാകുന്നു. അതിൽ 4 പ്രമുഖരെ ഒഴിവാക്കുകയാണ് മുസ്ലിം ലീഗ്. 5-മത്തെ പ്രമുഖനെ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിച്ചു നിർത്തുകയാണ് മുസ്ലിം ലീഗ്. ആദ്യമായി ആർക്കൊക്കെ 4 പ്രമുഖർ ആരെന്നുള്ളത് നോക്കാം. 4 പ്രമുഖ MLA മാർ: KPA മജീദ്, സിറ്റിംഗ് MLA ആയ KPA മജീദ്, സിറ്റിംഗ് MLA ആയ UA ലത്തീഫ്, സിറ്റിംഗ് MLA ആയ P ഉബൈദുള്ള, സിറ്റിംഗ് MLA ആയ NA നെല്ലിക്കുന്ന് എന്നിവർക്കാണ് സീറ്റ് ഇത്തവണ ഇല്ലാത്തത്. ഈ 4 പേർക്കും സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് മുസ്ലിം ലീഗ്. MK മുനീറാണ് സീറ്റ് നിഷേധിക്കപ്പെട്ട അല്ലെങ്കിൽ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വ്യക്തി. MK മുനീർ മുസ്ലിം ലീഗിൽ എക്കാലവും ഒരു ഗ്രൂപ്പിൻ്റെ നേതാവാണ്. KM ഷാജി അടക്കമുള്ള നേതാക്കൾ MK മുനീറിനോട് ആഭിമുഖ്യം പുലർത്തുന്ന നേതാക്കളാണ്. MK മുനീർ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞ് ഒഴിയുന്നുവെന്ന് മുനീർ വിഭാഗവും അതല്ല മുനീറിനെ ഒഴിവാക്കുകയാണെന്ന് പൊതുവികാരവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും CH മുഹമ്മദ് കോയയുടെ മകൻ MK മുനീർ ഇത്തവണ മത്സരിക്കാനുള്ള സാധ്യത കുറവാണ്. ഈ ഒഴിവാക്കപ്പെട്ട MLA മാർ MK മുനീർ പക്ഷത്തുള്ളവരാണ് എന്നതും ശ്രദ്ധേയം. KPA മജീദ്, UA ലത്തീഫ്, P ഉബൈദുള്ള, നെല്ലിക്കുന്ന് എന്നിവരെല്ലാം മുനീറിനോട് ആഭിമുഖ്യം പുലർത്തുന്നവരാണ്. എന്തായാലും പൊട്ടലും ചീറ്റലും തുടങ്ങിക്കഴിഞ്ഞു മുസ്ലിം ലീഗിൽ. മുസ്ലിം ലീഗ് പുതിയ തലമുറ കൈമാറ്റം നടത്തുകയാണ് എന്നാണ് ഇപ്പോഴത്തെ അവരുടെ ചർച്ചകളിൽ ഉരുത്തിരിയുന്ന വിവരം. പക്ഷേ പുതിയ തലമുറ കൈമാറ്റം നടത്തുമ്പോൾ മജീദിനെയും ലത്തീഫിനെയും ഉബൈദുള്ളയെയും നെല്ലിക്കുന്നിനെയും പോലെയുള്ള MLA മാരെ മാറ്റുന്നതിനകത്ത് ഗ്രൂപ്പ് വഴക്കിൻ്റെ ലാഞ്ചനകൾ ഉണ്ട് എന്നത് സത്യം. കുഞ്ഞാലിക്കുട്ടി പ്രഖ്യാപിച്ചിട്ടില്ല സ്ഥാനാർത്ഥികളെ ഇതുവരെ. കുഞ്ഞാലിക്കുട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നത്. പണ്ട് MK മുനീറിന് ഇടപെടാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ MK മുനീറിന് ആ കരുത്തില്ല. അദ്ദേഹം അനാരോഗ്യം കാരണം രാഷ്ട്രീയത്തിൻ്റെ സജീവതയിലേക്ക് ഇപ്പോൾ ഇറങ്ങാറില്ല. എന്തായാലും വനിതകൾക്കും യുവജനങ്ങൾക്കും മുസ്ലിം ലീഗ് ഇത്തവണ സീറ്റ് നൽകും എന്നുള്ളത് മുസ്ലിം ലീഗ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സുഹറ മമ്പാട് ഇതനുസരിച്ച് മഞ്ചേരിയിൽ നിന്ന് മത്സരിക്കും. മറ്റൊന്ന്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളിൽ ഒരാളായ PMA സലാം തിരൂരങ്ങാടിയിൽ നിന്ന് മത്സരിക്കും. മുസ്ലിം ലീഗിൻ്റെ ഗർജിക്കുന്ന സിംഹം എന്നറിയപ്പെടുന്ന KM ഷാജി കാസർഗോഡ് നിന്ന് മത്സരിക്കും. മുസ്ലിം ലീഗിൻ്റെ യുവനേതാവായ PK ഫിറോസ് കുന്നമംഗലത്ത് നിന്ന് മത്സരിക്കും. ഇതൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ അകത്തുള്ള ചർച്ചകളിൽ ഉരുത്തിരിയുന്നത്. എന്തായാലും മുസ്ലിം ലീഗിൽ കലാപക്കൊടി ഉയരുമോ എന്നുള്ളതാണ് ഇനി കണ്ട് അറിയേണ്ടത്. KPA മജീദൊക്കെ ഏറെക്കാലമായി മുനീറിനോട് അനുഭാവം പുലർത്തി വന്ന നേതാവാണ്. മുനീർ പക്ഷത്തെ പൂർണ്ണമായും കുഞ്ഞാലിക്കുട്ടി വെട്ടി നിരത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ മുനീർ പക്ഷത്തിന് വോയിസ് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം തങ്ങളെപ്പോലും നിയന്ത്രിക്കുന്ന ശക്തിയായി കുഞ്ഞാലിക്കുട്ടി പാർട്ടിയിൽ വളർന്നു കഴിഞ്ഞു. ഒരു കാലത്ത് കുഞ്ഞാലിക്കുട്ടിയെ ഒതുക്കാൻ വേണ്ടി ഐസ്ക്രീം പാർലർ കേസൊക്കെയായി മുനീർ തൻ്റെ ചാനലായ ഇന്ത്യ വിഷനിലൂടെ വന്നിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ചാനലെന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യ വിഷൻ തന്നെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ റജീന കേസും ഐസ്ക്രീം പാർലർ കേസും റജീന എന്ന പെൺകുട്ടിയുമായുള്ള ബന്ധവും ഒക്കെ ഉയർത്തിക്കാട്ടി മുന്നോട്ട് വന്നത് അന്ന് മുസ്ലിം ലീഗിൽ വലിയ കലാപം തന്നെ ഉണ്ടാക്കി.
പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിൻ്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം ഇത്തവണ വേങ്ങരയിൽ നിന്ന് മത്സരിക്കില്ല എന്നൊരു വാർത്ത കൂടി പുറത്തു വരുന്നു. വേങ്ങരയ്ക്ക് പകരം അദ്ദേഹം മലപ്പുറത്ത് നിന്ന് മത്സരിക്കും. വേങ്ങരയിൽ നിന്ന് പേടിച്ചോടുകയല്ല കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് മത്സരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്വതന്ത്രമായി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനുള്ള ദൗത്യത്തിൽ ഇടപെടാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കും. എന്തായാലും കുഞ്ഞാലിക്കുട്ടി പറയുന്നതിന് വരച്ച വരയിൽ ഇപ്പോൾ നിൽക്കുകയാണ് മുസ്ലിം ലീഗ്. 4 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റില്ലാതെ മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുകയാണ്. അവർക്ക് പകരം പുതുതലമുറയെ പരിചയപ്പെടുത്തുകയാണ് മുസ്ലിം ലീഗ്. മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മത്സരിക്കണമെന്ന് പിടിവാശി കാണിച്ചാൽ, അദ്ദേഹം മത്സരിക്കണം എന്നുള്ള പിടിവാശിയിൽ നിന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ ആവില്ല. പക്ഷേ നൈസായിട്ടങ്ങ് ഒഴിവാക്കിയാണ് മുനീറിനെ. ആരോഗ്യപരമായ കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും മുനീർ പക്ഷത്തെ വെട്ടിനിരത്തിക്കൊണ്ട് KM ഷാജിയൊക്കെ മുനീർ പക്ഷത്തിൻ്റെ ഗർജിക്കുന്ന സിംഹമാണ്. അതുകൊണ്ട് തന്നെ KM ഷാജിക്ക് കാസർഗോഡ് സീറ്റ് നൽകി. പക്ഷേ മുനീർ പക്ഷത്തെ 4 പ്രമുഖരെ വെട്ടിമാറ്റിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ചർച്ചകൾ പുരോഗമിക്കുകയാണ് മുസ്ലിം ലീഗിൽ. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ട് അറിയണം. കോൺഗ്രസിനെ പോലെ മുസ്ലിം ലീഗിൽ പരസ്യ കലാപം അങ്ങനെ ഉണ്ടായ ചരിത്രമില്ല. പക്ഷേ ഇത്തവണ പരസ്യ കലാപം ഉണ്ടാകുമോ എന്ന് അറിയില്ല. മുസ്ലിം ലീഗിൻ്റെ കോട്ടയായ മലപ്പുറം, ആ മലപ്പുറത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മിന്നുന്ന വിജയമാണ് നേടിയത്. മുസ്ലിം ലീഗിൻ്റെ കരുത്ത് അവർ തെളിയിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ കുതിപ്പ് നടത്തിയപ്പോഴും മലപ്പുറം കുലുങ്ങിയില്ല. അതാണ് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറത്തെ ശക്തി. തവന്നൂരും പൊന്നാനിയും മാത്രമാണ് മലപ്പുറത്ത് നിന്ന് LDF-ന് കിട്ടിയ 2 മണ്ഡലങ്ങൾ. എന്തായാലും മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുമ്പോൾ LDF അതിനെ കൗതുകത്തോടുകൂടി നോക്കുന്നു, അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി നോക്കുന്നു എന്നതും ശ്രദ്ധേയം. മലപ്പുറത്ത് 2-ൽ കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. പക്ഷേ മലപ്പുറം അങ്ങനെ വിട്ടുകൊടുക്കില്ല. LDF-നുള്ള 2 സീറ്റും കൂടെ പിടിച്ചെടുക്കാനാണ് മുസ്ലിം ലീഗ് നോക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ കണക്ക് വെച്ച് നോക്കിയാൽ പൊന്നാനിയിലും തവന്നൂരും ലീഡ് ചെയ്തത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് തന്നെ മലപ്പുറത്ത് 16 സീറ്റും കൈക്കലാക്കാനുള്ള തന്ത്രത്തിലാണ് മുസ്ലിം ലീഗ്. അതിനിടയിലാണ് ഈ 4 MLA-മാരെ മാറ്റിയിരിക്കുന്നത്. മുനീറിനെ ആരോഗ്യപരമായ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാക്കിയിരിക്കുന്നത്. ഈ 4 MLA-മാരും മജീദ് ലത്തീഫും ഉബൈദുള്ളയും നെല്ലിക്കുന്നും ഒക്കെ ജനകീയ MLA-മാരാണ് എന്നതും ശ്രദ്ധേയം.